IO 2025 ഡെവലപ്പർ കോൺഫറൻസിൽ പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളെ ദുർബലമാവുകയോ അപഹരിക്കപ്പെട്ടതോ ആയ പാസ്വേഡുകൾ യാന്ത്രികമായി മാറ്റുന്ന ഒരു പുതിയ ക്രോം സവിശേഷത കമ്പനി പ്രഖ്യാപിച്ചു. സുരക്ഷിതമല്ലാത്ത പാസ്വേഡുകൾ ഇതിനകം തന്നെ ഫ്ലാഗ് ചെയ്യുന്ന ക്രോമിന്റെ നിലവിലുള്ള ഗൂഗിൾ പാസ്വേഡ് മാനേജറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ സവിശേഷത നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗൂഗിൾ വെളിപ്പെടുത്തി. എന്നിരുന്നാലും ഈ പുതിയ അപ്ഡേറ്റിലൂടെ പാസ്വേഡ് മാനേജർ ഒരു പടി കൂടി മുന്നോട്ട് പോകും. പാസ്വേഡ് പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഉപയോക്താക്കളെ അറിയിക്കുന്നതിന് പകരം ഒറ്റ ക്ലിക്കിൽ പ്രശ്നം പരിഹരിക്കാൻ ക്രോം വാഗ്ദാനം ചെയ്യും. ശക്തമായ ഒരു പാസ്വേഡ് സ്വയമേവ സൃഷ്ടിച്ച് ഉപയോക്താവിന്റെ പേരിൽ നിന്ന് അത് അപ്ഡേറ്റ് ചെയ്യും. സൈൻ ഇൻ ചെയ്യുമ്പോൾ ക്രോം ഒരു അപഹരിക്കപ്പെട്ട പാസ്വേഡ് കണ്ടെത്തുമ്പോൾ അത് സ്വയമേവ പരിഹരിക്കാനുള്ള ഓപ്ഷൻ ഗൂഗിൾ പാസ്വേഡ് മാനേജർ ഉപയോക്താവിനോട് ആവശ്യപ്പെടും. ഗൂഗിളിന്റെ അഭിപ്രായത്തിൽ ഒരു പൊതു പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. മിക്ക ഉപയോക്താക്കൾക്കും ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കണമെന്നറിയാം, പക്ഷെ പലപ്പോഴും അവ മാറ്റുന്നതിന്റെ ബുദ്ധിമുട്ട് ഇതിലൂടെ ഒഴിവാകുന്നു. സുരക്ഷയ്ക്കും ഉപയോഗക്ഷമതയ്ക്കും വേണ്ടിയുള്ള ഒരു വിജയമായിട്ടാണ് യാന്ത്രിക പാസ്വേഡ് മാറ്റം കാണുന്നതെന്നും ഉപയോക്താവിന്റെ പാസ്വേഡ് മാറ്റുന്നതിൽ നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പ്രീ IO ബ്രീഫിംഗ് ക്രോമിന്റെ വൈസ് പ്രസിഡന്റും ജനറൽ മാനേജറുമായ പാരിസ ടാബ്രിസ് പറഞ്ഞു. എന്നിരുന്നാലും ഉപയോക്താവിന് സമ്മതമില്ലാതെ യാന്ത്രിക പാസ്വേഡ് മാറ്റങ്ങൾ സംഭവിക്കില്ലെന്ന് ഗൂഗിൾ എടുത്തു കാണിക്കുന്നു. ഉപയോക്താവ് വ്യക്തമായി സമ്മതിക്കുന്നില്ലെങ്കിൽ ക്രോം ഒരു പാസ്വേഡും പരിഷ്കരിക്കില്ലെന്ന് കമ്പനി അറിയിച്ചു. അതിനാൽ അപകട സാധ്യതകൾ കണ്ടെത്താനും മാറ്റിസ്ഥാപിക്കലുകൾ കൈകാര്യം ചെയ്യാനും ബ്രൗസർ മിടുക്കനാണെങ്കിലും അതൊരിക്കലും നിശബ്ദമായോ അനുമതിയില്ലാതെയോ ചെയ്യില്ല. മാത്രമല്ല, ഓട്ടോമേറ്റഡ് പാസ്വേഡ് മാറ്റ സവിശേഷത പൂർണ്ണമായും പുതിയതല്ല. ഗൂഗിൾ മുമ്പ് ആൻഡ്രോയിഡിൽ അസിസ്റ്റന്റ് വഴി ഇത് അവതരിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ഇതിലൂടെ നേരിട്ട് ക്രോമിലേക്ക് കണക്ട് ചെയ്യിക്കുന്നത് ടൂളിനെ കൂടുതൽ ആക്സസ് ചെയ്യാനും വ്യക്തമായി ഉപയോഗിക്കാനും എളുപ്പമാക്കും.